ജില്ലയിൽ കാട്ടുപന്നിവേട്ട വീണ്ടും പ്രതിസന്ധിയിൽ. സ്പോർട്സ് ലൈസൻസുള്ള ഷൂട്ടർമാർക്ക് കാട്ടുപന്നിവേട്ടയിൽ പങ്കെടുക്കാനാവില്ലെന്ന സർക്കാർ ഉത്തരവാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി തുടരുന്നതിനിടെ കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ്. കാട്ടുപന്നികളെ വെടിവെക്കാൻ സ്പോർട്സ് ലൈസൻസുള്ള ഷൂട്ടർമാർക്ക് പങ്കെടുക്കാനാവില്ലെന്ന് സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ കാട്ടുപന്നി വേട്ടയ്ക്ക് എംപാനൽ ഷൂട്ടർമാരുടെ എണ്ണം ഗണ്യമായി കുറയും. വനംവകുപ്പ് തയ്യാറാക്കിയ എംപാനൽ ഷൂട്ടർമാരിൽ ഇരട്ടിപ്പും അപാകവും നിലനിൽക്കെയാണ് സ്പോർട്സ് ഷൂട്ടർമാരെ ഒഴിവാക്കുന്നത്. കാട്ടുപന്നികൾ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും പതിവായി ഇറങ്ങുന്ന സാഹചര്യത്തിൽ എംപാനൽ ഷൂട്ടർമാരുടെ ലഭ്യത നിർണായകമാണ്. സ്പോർട്സ് ലൈസൻസ് ഉള്ളവർ പുറത്താകുന്നതോടെ പുതിയ ഷൂട്ടർമാരെ കണ്ടെത്തേണ്ടി വരും. എന്നാൽ യോഗ്യത പരിശോധിക്കൽ, അംഗീകാരം നൽകൽ, പട്ടികയിൽ ഉൾപ്പെടുത്തൽ തുടങ്ങിയവ പൂർത്തിയാക്കാൻ സമയമെടുക്കും. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, കണ്ണൂർ, തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലാണ് കാട്ടുപന്നി ശല്യം ഏറ്റവും രൂക്ഷം. 1500 രൂപയാണ് ഒരു പന്നിയെ കൊല്ലുന്നതിന് ഷൂട്ടർമാർക്ക് പ്രതിഫലം. മറവ് ചെയ്യുന്നവർക്ക് 2000 രൂപയും ലഭിക്കും. LDF സർക്കാരിന്റെ കാലത്ത് 2022 മെയ് 31 മുതൽ 2026 മാർച്ച് 31 വരെ ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായ 6959 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.